അർഷദ് എന്ന 2 വയസ്സുകാരന്റെ കൊലപാതകം. ആ കുഞ്ഞിന്റെ പഞ്ഞിക്കെട്ട് പോലുള്ള ശരീരത്തിൽ നിന്ന് 91 മുറിവുകളാണ് എണ്ണിയെടുത്തത്. ഓരോ വിരലടിയുടെയും അടിയിൽ വെച്ചിട്ട് സിഗരറ്റ് കൊണ്ട് കുത്തി പൊള്ളിച്ചിട്ടുള്ള പാടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നീണ്ട ലിസ്റ്റാണുള്ളത്. എങ്ങനെ ഈ കുഞ്ഞിനെ ഇത്തരത്തിലൊരു ദ്രോഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ ഇപ്പോഴും അതിന്റെ വേദന പോയിട്ടില്ല. ഇത് എങ്ങനെയാണ് സാർ ഇവരൊക്കെ ഇങ്ങനെ ഒരു സൈക്കോപാത്തുകളായിട്ട് മാറുന്നത്? അല്ല, ഇത് അവൻ്റെ കാര്യം നമുക്ക് ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങണം. ഈ കൊച്ചിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. കാരണം അതിൽ നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത് വിശദമായിട്ട് എനിക്ക് തോന്നുന്ന മിക്ക ചാനലുകളും തന്നെ പറഞ്ഞിട്ടില്ല. പറയാതിരുന്ന അവരുടെ മര്യാദ കൊണ്ടാണ്, കാരണം അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ വിശദമായി പറയേണ്ടതുണ്ട്, ജനം അറിയേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാം. ഇവൻ ആദ്യം കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ആമിന എന്നാണ്. നമ്മളിപ്പോൾ ഇതിൽ ഫോട്ടോ കാണിക്കുമ്പോൾ ആളുകൾക്ക് അറിയാൻ പറ്റും. ഒന്നാമത്തെ ഫോട്ടോ ആമിന എന്നാണ്. ആ ആമിന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവൻ അതിനെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കിണറ്റിലെറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ഉന്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് തലക്കിട്ടൊക്കെ അടിച്ചിട്ട് ഈ നമ്മുടെ തലച്ചോറ് മരവിച്ചു പോകുന്ന അടിയടിച്ചിട്ട് അത് ശരിക്കും കോമ സ്റ്റേജിൽ കിടപ്പിലായിപ്പോയി. ആ പെൺകുട്ടിയുടെ ഫോട്ടോ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ളൊരു ഫോട്ടോയും കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോയും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ പെൺകുട്ടി ഇതാണ്, ആദ്യത്തെ ഫോട്ടോ ഇതാണ്. രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് അത് 6 മാസം കഴിയുമ്പോഴുള്ള ഫോട്ടോയാണ്. കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സത്യത്തിൽ ഇപ്പം ആ പെൺകുട്ടിയുടെ നമ്മളായിരുന്നു ഇപ്പം ആ പെൺകുട്ടിയുടെ പിതാവോ അല്ലെങ്കിൽ ഏട്ടനോ മാതാവോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പോയി ജയിലിൽ കിടക്കും, അല്ലാതെ ഇവനെ ജയിലിൽ വിടാൻ നമ്മൾ സമ്മതിക്കില്ലായിരുന്നു. പറഞ്ഞാൽ അതേപോലെയുള്ള ക്രൂരതയാണ് ഇവൻ ആമിന എന്ന് പറയുന്ന ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ളത്. അതായത് വളരെ ചെറുപ്പത്തിൽ 10-21 വയസ്സിൽ കല്യാണം കഴിച്ചൊരു കുട്ടിയാണ്. കാണാൻ വളരെ സുന്ദരമായിട്ടുള്ള കുട്ടിയാണ്. അതിനുശേഷം ഇവൻ യഥാർത്ഥത്തിൽ 3ാമത്തെ കല്യാണമാണ് ഇത്. രണ്ടാമത് ഇവൻ വേറൊരു പെൺകുട്ടിയായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പൊ ആമിനയുടെ അവസ്ഥ ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തെ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അതാണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് അഷ്കർ എന്ന് പറയുന്ന ഇവൻ ഈ 3ാമത്തെ കല്യാണമാണ് ഇത് കഴിച്ചേക്കണം. ഈ അഷ്കറിനെ നമുക്ക് തൽക്കാലം ഒന്ന് അവിടെ നിർത്താം. എന്നിട്ട് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ആരെയെന്ന് അറിയാം? അഖിലേനെ എടുക്കേണ്ടത്. കാരണം അഖില എന്നൊക്കെ പറഞ്ഞു, ഇപ്പം ഞാനൊക്കെ പ്രജിത എൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി രണ്ടാമതായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഒരു കണ്ണ് തന്നെയാണ് വേദനിക്കാൻ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും കൂടെ നിൽക്കാൻ ഏറ്റവും ഒടുക്കം വരെ ഉണ്ടാവുന്നത് അമ്മയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാര്യത്തിൽ ഈ അഖില എന്ന് പറയുന്ന കുട്ടി ചെയ്തേക്കണത് എന്താണെന്നറിയാമോ? ഇവളുടെ ശരിക്കും അതുണ്ടെങ്കിൽ ഈ കൊച്ചിൻ്റെ 1.5 വയസ്സേ ഉള്ളൂ. താങ്കൾ പറഞ്ഞാൽ 2 വയസ്സില്ല, 1.5 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. ആ കുഞ്ഞിന്റെ 2 കൈയും തല്ലി ഓടിച്ചു. ആര്? ഈ അർഷദ്. അഷ്കർ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ അർഷദിന്റെ 2 കൈയും എന്ത് ചെയ്തു? തല്ലി ഓടിച്ചു. ഈ കൊച്ചിന്റെ 2 കൈയും തല്ലി ഓടിച്ചു. ഈ കുഞ്ഞിനെ കൊണ്ട് ഇവള് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. ഈ അഖില എന്ന് പറയുന്ന ഡോക്ടറെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഈ വഴിയിൽ നിന്ന് റീൽസ് എടുക്കുകയും മറ്റേ ഫേമസ് ആക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, റീൽസ് എടുത്തു. അപ്പോൾ റീൽസ് എടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ കൈ എങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞത് റീൽസ് എടുക്കുന്ന വ്ളോഗ് ചെയ്യുന്നവനോട്. എന്നിട്ട് ആ വ്ളോഗറുടെ കയ്യിൽ നിന്ന് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തതിൻ്റെ ഗിഫ്റ്റും കൂടി മേടിച്ചിട്ട് ഇവള് പോവാണ്. അപ്പോഴും ഇവള് നുണ പറയാണ്. സ്വന്തം ഭർത്താവായിട്ടുള്ള ഈ അഷ്കർ ഇത് തല്ലി ഒടിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പോവാണ്. ഇനി രണ്ടാമത്തത്, ഈ സംഭവം നടക്കുമ്പോൾ അഖില അവിടെ ഇല്ല. എവിടെയെന്നറിയാമോ? ചെന്നൈയിൽ ഡാൻസിന് പോയേക്കണാണ്. അതായത് ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ പുലിയോ പോലും നമ്മളെ കടിച്ചില്ലോ എന്ന് പറഞ്ഞാൽ പോലും ഉപദ്രവിക്കാത്ത രീതിയിൽ, അത്ര വൃത്തികെട്ട രീതിയിൽ ഉപദ്രവിക്കുന്ന ഇവൻ്റെ കൈ കൊടുത്തിട്ട് പോയേക്കണാണ്. എന്താണ് പ്രജിത പറയേണ്ടത്? പ്രജിത ഒരമ്മയാണല്ലോ, അത് പറ. ഏതെങ്കിലും ഒരമ്മക്ക് സഹിക്കാൻ പറ്റുമോ? ഇനി ചെയ്തേക്കണ ക്രൂരതകൾ എന്താണ്? അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ക്രൂരതയെ നമുക്ക് ഒരു ക്രൂരത എന്നല്ല, ഒരു 1.5 ക്രൂരത എന്നൊക്കെ പറയില്ല, അതിനേക്കാൾ വലിയ ക്രൂരതയാണ്. കേട്ടാൽ നമ്മുടെ മനസ്സ് മരവിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനിത് മുഴുവൻ കേട്ടിട്ടുണ്ടായില്ല. ഞാനത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ഈ 3 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കാത്ത ഒരാളാണ്. പക്ഷേ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കാനുള്ള ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാണ്. കാരണം ഈ ക്രൂരതകൾ കേട്ടിട്ട് ഇത് ശരിയാണോ, ഈ മാധ്യമങ്ങൾ വെറുതെ പൊലിപ്പിക്കുന്നതാണോ എന്ന് പറയുന്ന സംശയം പോലും എനിക്കുണ്ടായിരുന്നു. മനസ്സിലായോ? ഇതിൽ 51 മുറിവുകളെന്ന് പറഞ്ഞു. ഈ മുറിവുകളൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്നറിയാമോ? ആ മുറിവുകൾ എന്ന് പറയുന്നത് ഇവൻ മറ്റേ സിഗരറ്റ് വെച്ച് എന്ത് ചെയ്യുന്നു, ജനനേന്ദ്രിയത്തിൽ കുത്തുന്നു. ആരുടെ? 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ
ഒരു മറുവാക്ക് പോലും പറയാൻ പറ്റാതെ കരയാൻ മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞിനെ കുത്തുന്നു. ഇനി അടുത്തത് ലൈറ്റർ, സിഗരറ്റിൻ്റെ ലൈറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കത്തിയിട്ട് എന്ത് ചെയ്യുന്നു, നേരെ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ കാണിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവൻ മനുഷ്യനാണ് ഇവൻ. ഇനി ഇതെല്ലാം പോട്ടെ, ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരമ്മ എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഒരു മുറിവുകളും അമ്മ അറിഞ്ഞില്ലെന്നാണോ? ഇനി ഇതുപോലെയുള്ള ഈ ഏറ്റവും ഒടുവിൽ ഈ മരണപ്പെടുമ്പോഴുള്ള കാര്യം കൂടി ഞാൻ പറയാം, ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 91 മുറിവുകളുടെ കാര്യത്തിൽ ബാക്കിയുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെടുമ്പോൾ എന്താ ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആളുകൾ ചിലപ്പോൾ ഇവൻ മരിച്ച ആ കൊച്ചിൻ്റെ വായിലേക്ക് ചോറ് വാരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് ചെയ്തത് കൊച്ച് കരഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ആ വാ പൊത്തി പിടിച്ചു, എന്നിട്ട് ഇത് എരിമ്പോടി കൊണ്ട് തലക്കടിച്ചു കൊച്ചിൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ ഈ വേഷം കിട്ടുന്ന ആലോചിക്കണം. അവൻ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, അവൻ കൊച്ചിൻ്റെ വായിലേക്ക് ചോറ് വെക്കണം. അതായത് ചോറ് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു പോയതാണ്. അസ്വാഭാവികമായിട്ടുള്ള ഒരു കരച്ചിലേറ്ററാണ് ഇത്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്താണ്, ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്തൊരു സീനുണ്ട് പ്രജിത, അതെന്താണെന്നറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഒരു ഈ പറയുന്ന കൊച്ചി അഖിലയുടെ അമ്മ റീന, അവരൊരു സാധാരണ ജോലിക്ക് പോകുന്നൊരു പാവ സ്ത്രീയാണ്, നമുക്കറിയില്ല. അവര് ഈ കൊച്ചിനെ വീണ്ടും കിട്ടണം, ഇവര് ഉപദ്രവിക്കുകയാണ്. ആദ്യം കൊച്ചിനെ നോക്കാൻ വേണ്ടി റീനെ ഏൽപ്പിച്ചു. അപ്പൊ റീനക്ക് ഈ കൊച്ചിനെ എന്ത് ചെയ്യില്ല, നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവര് തിരിച്ചു കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷം ഇവരെന്ത് ചെയ്തു, ഇവര് ഈ കൊച്ചിനെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് ഇവര് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു. ആർക്കെതിരെ? സ്വന്തം മകൾക്കെതിരെ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. പോലീസ് നോക്കുമ്പോൾ എന്താ, സാധാരണ ഒരു നിയമമുണ്ടല്ലോ, അമ്മയെ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ അമ്മൂമ്മയെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസുകാരങ്ങട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ അവർ വളരെ അലംഭാവത്തോടുകൂടി കണ്ടങ്ങ് തിരിച്ചു കൊടുത്തു വിട്ടു. പക്ഷെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 1.5 വയസ്സോ 2 വയസ്സോ ഉള്ള സംസാരിക്കാൻ പ്രായമാകാത്തൊരു കുഞ്ഞിന്റെ പേരിൽ ഇതുപോലൊരു അമ്മൂമ്മ അവകാശം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അസ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധാരണ ആർക്ക് വേണ്ടേ? ഒന്നാമത്തെ കാര്യം, ഈ അഖിലയുടെ ഭർത്താവ്, ആ ഭർത്താവ് ഇതുപോലെ മരണപ്പെട്ടാണ്, ആത്മഹത്യ ചെയ്താണ്, അഖിൽ എന്ന് പറഞ്ഞ. ആ മരണപ്പെടുമ്പോൾ കൊച്ചി 3 മാസം ഈ അഖില ഗർഭിണിയാണ്. ഗർഭിണിയായതിനു ശേഷം നിങ്ങൾ അറിയേണ്ടത് ഈ പ്രസവിച്ചൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ റീനയുടെ അടുത്ത്, അതായത് ഈ പറയുന്ന അമ്മുമ്മയുടെ അടുത്ത് ഇവൻ പറഞ്ഞു എന്ന്, ഈ കുട്ടിയെ ഞാൻ കുറച്ച് നാൾ നോക്കും, അത് കഴിയുമ്പോൾ ആ പുഴുത്ത പട്ടിയെ പോലെ നോക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിലാണോ സംഭവിക്കുന്നത്? ഇതെന്താണ് ഈ നടക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ ക്രൂരതകളുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഒരു 1.5 വയസ്സുള്ള കുഞ്ഞ്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു സിസ്റ്റം കൊണ്ടുവരണം. ഇവിടെ ഒരു കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് നിങ്ങൾ വെച്ചേക്ക്, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം. എത്ര രൂപ വരും കൂടിയെന്നാ? ഒരു മന്ത്രിമാരുടെ മുഖ്യമന്ത്രിമാരുടെ ഡീസൽ അടിക്കുന്ന കാശ് വരുമോ കൊച്ചിനൊക്കെ? വരുമോ? തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും എന്ത് ചെയ്യും, 3 സെന്റർ തുടങ്ങിയിട്ട് അനാഥരായിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യും, നിങ്ങൾ ഈ റോട്ടിൽ കാണുന്ന കുട്ടികളടക്കം എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് വളർത്ത്. അല്ലാതെ അവരെ പൊള്ളലേൽപ്പിച്ചും പിച്ചക്കാരെയും ബാക്കിയുള്ളതും വിടാൻ വേണ്ടി നിൽക്കില്ലേ? കേരളം ഒരു മാതൃകയാകും. എനിക്ക് വി ഡി സതീശനോട് പറയാനുള്ളതാണ്, നിങ്ങൾ നാളെ ഈ പറയുന്ന പോലെ പിച്ച എടുക്കാനായിട്ട് ഒരു കൊച്ചിനെ വിട്ടുകൊടുക്കണ്ട. കൊച്ചിനെ തന്നേക്ക്, നിങ്ങൾ പോയി പിച്ച എടുക്കുകയോ വേഷം കെട്ട് കാണിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറ. സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അത്തരത്തിലുള്ള ഒരു കാര്യം തുടങ്ങണമെന്നാണ്. എത്ര രൂപ വരും പ്രജിത? 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ബഡ്ജറ്റ്. പോട്ടെ, ഇനി 1000 കോടി രൂപ വരും. ഇനി ഇവിടെ 728 കോടി രൂപ പിരിച്ചു കിട്ടിയില്ലേ നമ്മൾ മുണ്ടക്കൈ ചൂരൽമലയിൽ? ജനങ്ങളോട് ചോദിച്ചാൽ മതി, ജനങ്ങളിടും. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് നിങ്ങൾ ഓരോ രൂപ ഇടുന്ന ഒരു ആഹ്വാനം ചെയ്യും, നമ്മളിടും. 3.5 കോടി രൂപ വേണ്ടി വരും ഒരു മാസം ചെലവിന് കൊടുക്കാൻ. ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വലിയ തെറ്റുകാരാണ്. സമൂഹത്തിൻ്റെ ഇടയ്ക്ക് രീതികളുണ്ട്. ഒരു പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവം ആരാണ് ഭർത്താവ് എന്നറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് വലിയ കുണ്ഠിതപ്പെടലുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബൈ പ്രൊഡക്റ്റാണിത്. അവർക്ക് അവരുടെ ജീവിതമുണ്ട്, അവരുടെ സുഖങ്ങളുണ്ടെങ്കിൽ അത് നോക്കി പോയിക്കോട്ടെ. കൊച്ചിനെ വിട്ടുതരാൻ പറ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശയനപ്രദക്ഷിണം നടത്തി, മറ്റേ IVF ട്രീറ്റ്മെന്റ് നടത്തി, ലക്ഷങ്ങൾ ചെലവാക്കി ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി നാട്ടുനോട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ഇത് എടുത്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൊടുക്ക്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചിട്ട് വേണം കൊടുക്കാൻ. കാരണം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളടക്കം നിരവധി കാര്യങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കൂടി വരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വെറുതെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി അവരെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. അതുപോലെ കൊച്ചിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഗവൺമെന്റ് പീരിയോഡിക്കലി ഇത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇനി ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ,
ഇതിൻ്റെ പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ നേരെ ഇപ്പോൾ മറ്റേ അവിടെ പോയി കിടന്നിട്ട് ഇവൻ്റെ നേരെ ഇനിയിപ്പോൾ നിരവധി കേസുകളുണ്ട്. ആ കേസുകൾ കഴിയുന്നവരെ ഇവനെ ജയിലിലിടരുത്. കൊച്ചുങ്ങൾക്കെതിരെയുള്ള പീഡോഫിലിക്ക് ഈ പറഞ്ഞ പോലെ കുറ്റകൃത്യങ്ങളാണെങ്കിൽ, എപ്സ്റ്റീൻ ഫയൽസ് പോലെയുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഒരു കാരണവശാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 10 ദിവസം അല്ലെങ്കിൽ 1 മാസം, മാക്സിമം വന്ന് 1 കൊല്ലത്തിനകം വിചാരണ നടത്തി ശിക്ഷ വിധിക്കണം. ആ ശിക്ഷ ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ ആയിരിക്കണം. ഞാൻ ശരിക്കും ഇവിടെ ഒരു വധശിക്ഷയൊക്കെ വിധിക്കുന്നതിന് ഞാൻ എതിരാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് വധശിക്ഷ തന്നെ വിധിക്കണം, ഒരു സംശയമില്ല. മനസ്സിലായ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞ പണിയാണ് ചെയ്യേണ്ടത്. നാട്ടുകാരെ ഇതുപോലെ കൈവെക്കുകയാണ് ചെയ്യേണ്ടത്. ഇവൻ്റെ മുഖമെടുത്ത് റോട്ടിട്ട് ഉടച്ചാൽ പോലും പോരാ. ഏറ്റവും വലിയൊരു ഗുണവും കൂടിയുണ്ട്, ഇവൻ ടാക്സി ഡ്രൈവറായിരുന്നു എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഇവനെ ടാക്സി വിളിച്ച് പോയവരൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തവരാണ്. പിന്നെ ഇവൻ്റെ നേരെ വേറെ ഒരുപാട് കേസുകളുണ്ട്. പല ഈ അഖിലയുടെയൊക്കെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അമ്മ എന്നുള്ള നിലയിൽ അഖിലയല്ലേ ഏറ്റവും ആദ്യം ഇതിൽ ശിക്ഷിക്കപ്പെടണം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പ്രതിയായിട്ട് എന്ത് ചെയ്യണം? അഖിലേനെ പ്രതികരണം. പിന്നെ നിയമത്തിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ പ്രതി ഇവനാണ്. പക്ഷെ ഞാൻ പറഞ്ഞ 1, 2 പ്രതികൾ എന്ത് ചെയ്യണം? ശിക്ഷിക്കണത്. ഇതിൽ ഒരു വിധത്തിലുള്ള മനസാക്ഷി കുത്തും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. സാധാരണ പ്രജിതൊക്കെ അറിയാലോ, ഞാനൊരു പോപ്പുലർ ഒപ്പീനിയനോ ജനങ്ങളുടെ കയ്യടി കിട്ടുന്ന ഒരു ഒപ്പീനിയനോ ഒന്നും പുറകെയൊന്നും പോകുന്ന ഒരാളല്ല. പക്ഷെ ഈ കാര്യം വായിച്ചിട്ട് അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, പണ്ട് വാളയാർ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ നമുക്കത് വായിച്ചു മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അത് വായിച്ചു തീർത്തത്. കാരണം 9 വയസ്സുള്ള 13 വയസ്സുള്ള 2 പെൺകുട്ടികൾ, അവരുടെ ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ, അതിൽ CBIയുടെ കണ്ടെത്തലുകളൊക്കെ വായിച്ച് നമ്മുടെ കണ്ണുകളിൽ പോകും. പെരുവരിലെ കുത്തിന്ന് മറ്റേ ഇത് ആത്മഹത്യ ചെയ്യുന്നവരാണ്, കയറ് കഴുത്തിലേക്ക് ഇട്ട്. അതുപോലെയുള്ള അസംബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു അറിയില്ല. ഇതിൽ കുറേ മനുഷ്യാവകാശ പ്രവർത്തകരും ബാക്കിയുള്ളവരും ഒക്കെ വന്ന് അവന് സൈക്കിക്കായിരുന്നു, അവൻ മറ്റേ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ പറയും. അതൊക്കെ ശരി തന്നെ ആയിരിക്കും. ചിലപ്പോൾ മാനസികാസ്വസ്ഥങ്ങളൊക്കെ. പക്ഷെ ഞാനും പ്രജിയോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ മാനസികാസ്വസ്ഥമുള്ള നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്. അവരാരെങ്കിലും കുഞ്ഞിന് ഇതുപോലെ ഇത്രയും പ്ലാൻഡായിട്ട് കൃത്യമായിട്ട് ഉപദ്രവിക്കുമോ? ആരെങ്കിലും സിഗരറ്റ് വെച്ച് എന്ത് ചെയ്യും? ഒരു കൊച്ചിൻ്റെ ജനനേന്ദ്രിയത്തിൽ കുത്തുമോ? ഇനി പ്രജിത ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. നീ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ആരുടെങ്കിലും കൊച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? കാര്യമായിട്ടാണ്. നമ്മുടെ ആരെങ്കിലും കൊച്ചുങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ മറ്റേ 1000-1 കാര്യം നമ്മളെ കൊച്ചിനോട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ പിറ്റേ ദിവസം നമ്മൾ പോയി ജയിലിൽ കിടക്കും, അല്ലാതെ ഇവൻ ജയിലിൽ കിടക്കാൻ ഉണ്ടാവില്ല. ഇനി ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഈ 1.5 വയസ്സുള്ള കൊച്ചി ഇവനെ കാണുമ്പോൾ തന്നെ പേടിച്ച് കരയും. ഇതുപോലെയുള്ള കുറേ വൃത്തികെട്ട ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഈ മറ്റേ ലൈംഗിക വരുന്ന പീഡനത്തിലൊക്കെ ഇരയാക്കുന്നവരുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം മാറ്റണം. 10 വയസ്സ് ഗ്രേഡ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം. 5 വയസ്സിൽ താഴെ എന്നൊക്കെ പറഞ്ഞ് ഒരു ദയവും അറിയിക്കുന്നില്ല. ഒരൊറ്റ മാസം കൊണ്ട് വിചാരണ നടത്തി ശിക്ഷ വിധിക്കണം. അല്ലെങ്കിൽ കൂടി വന്നാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം. 15 വയസ്സിൽ താഴെ ആണെങ്കിലും ഇതുപോലെ തന്നെ ശിക്ഷ കുറെ കൂടി കഠിനമാകണം. ഇവനൊന്നും ജയിലിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങണ്ട. ജയിലിൽ പോലും പോരാ. കാരണം ജയിലിൽ ചെന്ന് മറ്റേ ചോറും ചപ്പാത്തിയൊക്കെ കഴിച്ച് അവിടെ ഗോതമ്പുണ്ടെന്നല്ല സുഖമായിട്ടിരിക്കാം. പിന്നെ ജയിലിൽ കിടക്കുന്നവർ കുറച്ചുകൂടി നല്ല ആൾക്കാരാണ് കേട്ടോ, നമുക്കറിയാത്തതുകൊണ്ടാണ്. ജയിലിൽ കിടക്കുന്നവർ ആദ്യം ഇവനെ എടുത്തിട്ട് ഇടിക്കും. ജയിലിൽ കയറുമ്പോൾ ജയിലിൽ കിടക്കുന്നവന് എന്ത് ചെയ്യും? ഈ കേസുമായിട്ട് ഇല്ലെങ്കിൽ അവൻ ആദ്യം എടുത്തിട്ട് ഇടിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വൃത്തിയിട്ടവന്മാരല്ല ജയിലിൽ കിടക്കണം. പലപ്പോഴും കുറെ കൂടി നല്ല ആളുകളൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. അവൻ്റെ ഗതികേട് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പല ചെക്ക് കേസിൽ പെട്ടുകൊണ്ടും ചില പണം കൊടുക്കാനുള്ള കേസിൽ പെട്ടൊക്കെ ആളുകൾ ജയിലിൽ പോകുന്നുണ്ട്. അതൊക്കെ സാധാരണ കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒന്നും നോക്കാനില്ല. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. 3 പെണ്ണുങ്ങളാണ് ഇവിടെ അടുത്ത് ചെന്നത്. പക്ഷെ എൻ്റെ പൊന്നു പ്രജിത, നമ്മൾ പറയുമ്പോൾ ഇപ്പം തമാശയായിട്ട് ഇറ കൂട്ടരുത്. നമ്മളെ കല്യാണം കഴിക്കാനായിട്ട് ഇവിടെ ആളുകളൊക്കെ പെണ്ണ് കണ്ട് ലാസ്റ്റ് അവരെ സമ്മതിക്കാൻ വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങായിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിലെ 3ാമത്തെ പെൺകുട്ടിയാണ് എന്ത് ചെയ്തത്. അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ്റിനോടൊക്കെ പറയാനുള്ളത്, ഇത് വൻ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. പിന്നെ നിയമപരം അല്ലാതെ ചെയ്യണമെന്നോ നാളെ വെടിവെച്ച് കൊള്ളണമെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ആ അഭിപ്രായമൊന്നും നമുക്കിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പറ്റില്ല. കയ്യടി കിട്ടുന്നൊരു അഭിപ്രായമാണ്. അതൊക്കെ കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, കാരണം പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്ക് നേരെ ഇത് ചെയ്യാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് അനുവദിക്കാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം മാതൃകാപരമായി ഇവർ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ വലിയ അപകടമാണ് കാത്തിരിക്കുന്നത്. കൂടാതെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ
നിങ്ങൾ വളരെ ലളിതമായിട്ട് എല്ലാ അമ്മമാരും നല്ലതായിരിക്കും എന്ന് പറഞ്ഞ്, ഇപ്പം ഞാനാണെങ്കിലും അവരെ തെറ്റൊന്നും പറയുന്നില്ല, അമ്മമാരുടെ കയ്യിൽ കൊച്ചുങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതരായിരിക്കും എന്ന് വെച്ചാൽ അമ്മമാരുടെ ഒപ്പം വിടും. പക്ഷെ അങ്ങനെ പോലും വിടാൻ പറ്റാത്ത ഒരു കാലമാണിത് എന്നുള്ളത് പോലീസുകാർ കൂടി മനസ്സിലാക്കണം.